സർക്കാരിനോട് വിട്ടുവീഴ്ചയില്ലാതെ ഗവർണർ. താൽക്കാലിക വിസി നിയമനത്തിൽ സർക്കാർ പാനൽ തള്ളി. വിസിമാരായ സിസ തോമസിനും കെ ശിവപ്രസാദിനും വീണ്ടും നിയമനം. വിജ്ഞാപനമിറക്കി രാജ്ഭവൻ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി മാർ ആൻഡ്രൂസ് താഴത്തിലിനെ കണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന മാർ ആൻഡ്രൂസ് താഴത്ത്. ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി കന്യാസ്ത്രീകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ നീക്കം. യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായി എന്ന് മന്ത്രി വീണ ജോർജ്. സത്യം പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാരണം കാണിക്കൽ നോട്ടീസിൽ വികാരാധീനനായി ഡോക്ടർ ഹാരിസ്. അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ന്. പത്രികാ സമർപ്പണം ഈ മാസം 21 വരെ. രാജ്യസഭയിൽ CISF ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനെ ചൊല്ലി സംഘർഷം. MP മാരും ഉദ്യോഗസ്ഥരും തമ്മിൽ ഉന്തും തള്ളും.